ഹലോ, അസ്സലാമലൈക്കും. നമ്മൾ പെട്ടെന്ന് തന്നെ അപ്പം ഡിന്നറിനും എപ്പം വേണമെങ്കിലും ഉണ്ടാക്കട്ടോ. നമുക്ക് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം, 2 ദിവസമൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. നല്ല അടിപൊളി ടേസ്റ്റ്, ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബണ്ണോ ബ്രെഡ് എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് പരത്തണ്ട, കുഴയ്ക്കണ്ട. ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ കുഴച്ച് നമ്മളെ കൈ വേദനിക്കും, അങ്ങനെയും കുഴക്കും. ഇത് അതൊന്നും വേണ്ട, നല്ല അടിപൊളി ടേസ്റ്റിൽ ഇതാ ഉള്ളൊക്കെ കണ്ടോ, ഇതാ കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. ഇതാ ഒന്നും പറയാനില്ല, കണ്ടതാ അടിപൊളി ഒരു ബ്രെഡ് ബണ്ണ റെസിപ്പിയാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇതാ നമ്മളെ ബ്രെഡ് ഉണ്ടാക്കാൻ ഞാനിവിടെ 250 ഗ്രാം മൈദ ഒരു വലിയ ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂൺ നിറച്ചും പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഈസ്റ്റ്, ഇത് ഇൻസ്റ്റന്റ് ആണ്, ഡയറക്റ്റ് മൈദയിൽ ഇടുന്ന ഈസ്റ്റ് ആണ്, നല്ല കലക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഇപ്പൊ ഉള്ളത് 1 ടീസ്പൂൺ നിറയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു തിരിയൂടി കൂടുതൽ എടുക്കണേ, ഒരു 1.5 ടീസ്പൂൺ എടുക്കണം. മറ്റേ ഈസ്റ്റ് ആണെങ്കിൽ, അത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ നിറയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഇതാ ഒരു 2 ടീസ്പൂൺ നിറയെ പഞ്ചസാര, പിന്നെ 1 ടേബിൾ സ്പൂണ് സാധാരണ ഓയിൽ, ഏത് റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കാം. ഒലിവ് ഓയിൽ ഉപയോഗിക്കുക, വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ കയ്യിലുള്ള ഏത് ഓയിലും ഉപയോഗിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് നമ്മൾ ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് 1 കപ്പ്, അതായത് 250 ml, നമ്മൾ 250 ഗ്രാം മൈദ എടുത്തത്. 250 ml 2 കപ്പിനുള്ള മൈദാണ്, അതിന് 250 ml വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടിയത്. ഇങ്ങനെ ഒരു ഇതിൽ നമുക്ക് കിട്ടണം. നമ്മൾ സാധാരണ പോലെ അല്ല, ഇത്രത്തോളം ലൂസ് ഉണ്ടാവാറില്ലേ നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ. അപ്പോൾ ഇതുണ്ടോ, അത് അധികം കുഴക്കാനൊന്നുമില്ല. എല്ലാ ഭാഗത്തും നമ്മളെ പൊടി എവിടെങ്കിലും ഉണ്ടോന്ന്, ചിലപ്പോൾ കുഴ രീതിയിൽ കൂടൂലല്ലോ, മൈദപ്പൊടി വെള്ളം ചേരാണ്ട് ഇതിനോട് ചേരാതെ നിൽക്കുന്നുണ്ടോന്നൊന്ന് ശ്രദ്ധിക്കണേ. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നമുക്കൊരു ഷേപ്പിലേക്ക് ഇങ്ങോട്ട് ഒരു ബോൾ പോലെ ആക്കി ഇതിൻ്റെ മേലേക്ക് ഇത്തിരി ഞാൻ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ടേ. കുറച്ചൊന്ന് വേണ്ട, നമുക്കിത് പൊങ്ങി വരാൻ വെക്കണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട് ഇത്തിരി മേലെ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഇവിടെ നന്നായിട്ട് അടച്ച് വെക്കാം കേട്ടോ. നന്നായിട്ട് പൊങ്ങി വരണം, ഡബിൾ സൈസ് ആയി വരണം. അപ്പോൾ ഒരു 1.5-2 മണിക്കൂർ വരെ എടുക്കും. ഓരോ സ്ഥലത്തുള്ള കാലാവസ്ഥനനുസരിച്ചിരിക്കുമല്ലോ. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 2-2.5 മണിക്കൂർ വരെ എടുക്കും. ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്നാവും ചെയ്യും, 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ടാവും. അപ്പം ഞാനൊരു 1.5 മണിക്കൂറോളം വെക്കട്ടെ കേട്ടോ. ഒരു 1.5 മണിക്കൂറോളായി, നന്നായി പൊന്തിയുണ്ട് കേട്ടോ. ഇതാ കണ്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കേ. ഒരു ഇതിലൊക്കെ ഒന്ന് വിട്ടിട്ട് ഇതിങ്ങനെ പൊന്തി പത പോലെ ആക്കി എടുക്കല്ലേ. ഇനി ഇതാ ഞാനൊരു പ്ലേറ്റിൽ ഇത്തിരി ഓയിലൊന്ന് തടവിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഒരു ബോൾസ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് അങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു ബോൾ എടുക്കാം. ഇത്തിരി എണ്ണ കൂട്ടിയിട്ട് ഒന്ന് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്താ ഈ പ്ലേറ്റിലേക്ക് വെച്ചെടുക്കട്ടെ. കുറച്ച് ലൂസ് ഉള്ളത് പോലെ ആയതുകൊണ്ടാണ് എണ്ണ തടവാൻ പറഞ്ഞത് കേട്ടോ. ഇനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഇതിലൊന്ന് നേട്ടാ ഈസി ആയിട്ട് കിട്ടും. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്നൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഒരു 4 എണ്ണം കിട്ടിയിട്ടേ. ഇപ്പം ഞാനിത് ഇവിടെ മാറ്റിയേക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ നോർമലി ചെയ്യുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കുഴച്ചത് അതൊന്നുമില്ല. നമ്മൾ എടുക്കുന്നു, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കുന്നു, ഇതുപോലെ ബോൾസ് ആക്കി വെക്കുന്നു. ഇനി ഇതാ ഇവിടെ ഞാൻ 2 ഫ്രൈ പാന്, ഒന്ന് കുഴിയുള്ളതും ഒന്ന് നോർമൽ ഫ്രൈ പാനും ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നില് ഞാൻ ഇതാ ചെറിയ ഫ്രൈ പാനിൽ ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അടിയിൽ മാത്രം. മറ്റേത് ഡീപ് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ വെച്ചിട്ടുണ്ട്. രണ്ടും മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ ചെറിയ ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെക്കൂ. എന്തിനാന്ന് നമ്മൾ ഡയറക്റ്റ് ഈ ഡീപ് ഫ്രൈ ചെയ്താൽ പെട്ടെന്ന് എണ്ണ അങ്ങ് കുടിച്ചു, നമ്മളെ ബ്രെഡ് പ്രോപ്പർ ആയിട്ട് കിട്ടൂല. ഇനി ഇതാ ഞാൻ നമ്മളെ നേരത്തെ ഇതാ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി നടുക്ക് നമുക്ക് ഒന്നൊന്ന് നമ്മുടെ നാട്ടില് വടക്കൊക്കെ ചെയ്യല്ലേ, അതുപോലെ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പൊ കറക്റ്റ് ഉള്ളിലൊക്കെ നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണേ.
ഇനി നമുക്കിതാ ചെറിയ ഫ്രൈ പാനിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പൊ കണ്ടോ, ഇതിങ്ങനെ അടിയിൽ നിന്ന് ഓയിലിൽ നിന്നൊന്ന് ചൂടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊന്തി വരും, ചെറുതായിട്ടൊന്ന് പൊന്തി വരും. പിന്നെ അത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്നറിയാം, എണ്ണ കുടിക്കൂല. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ആദ്യം ഇത് ചെയ്യുന്നത്. ഇനി നമുക്കിത് നമ്മളെ ഓയിലിലേക്ക് ഇട്ടുകൊടുക്കാം. അതും അവിടെ ചെറിയ തീയിലാണ് ചൂടായി കിടക്കുന്നത്, പെട്ടെന്ന് ഇട്ടാൽ കരിഞ്ഞു കൂട്ടോ. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നമ്മള് ഭൂരിക്കൊക്കെ ആക്കുമ്പോൾ ഒന്ന് വേണമെങ്കിൽ ഓയിൽ മേലേക്ക് ആക്കി കൊടുത്താൽ മതി. ചെറിയ തീയിലേ പൊരിക്കുക കേട്ടോ. നമ്മള് ഭൂരിയൊക്കെ പൊരിക്കുമ്പോൾ അതുപോലെ എണ്ണ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ചെറിയ തീയിലേ ചെയ്യാം. ഇതിങ്ങനെ പൊന്തി വരും. ഇപ്പം കണ്ടില്ല, നന്നായിട്ട് അങ്ങ് പൊന്തി വന്നുണ്ട്. ഇതുണ്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതാ മറ്റേ ഭാഗവും ഇതാണ്ടോ. ഇത് അപ്പോൾ ആ ഭാഗമാകട്ടെ. ഇവിടെ ഒന്ന് മറ്റേത് ഇതിൽ വെച്ചുകൊണ്ട് കേട്ടോ. ബ്രെഡ്, ബണ്ണ്, എന്ത് വേണമെങ്കിലും പറയട്ടോ. ഇവിടെ റെഡിയാണ്. കണ്ടോ, എണ്ണ എന്ന് പറഞ്ഞത് ഇതിന്റെ മേലെ കുടിച്ചിട്ടേ ഇല്ല. കണ്ടോ. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഓട്ടപാത്രത്തിലേക്ക് ഇടയായിരിക്കും നന്നാവുക. ഇനി ഇതുപോലെ ഞാൻ ഇപ്പുറത്തൊന്ന് മറ്റേ ഫ്രൈ പാനിലിട്ട് വെച്ചുകൊണ്ട് അത് ഇതിലേക്ക് മാറ്റി കൊടുക്കട്ടെ. ഇതാ ഞാൻ ഇതിലിട്ടിട്ട് ഇങ്ങനെ നമുക്കെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ടാൽ ഒന്ന് പൊന്തി വരും. എണ്ണ ചൂട് വേണം കേട്ടോ, പക്ഷെ നല്ല തീയായിട്ട് കണ്ടോ, നന്നായിട്ട് അങ്ങ് പൊന്തി വരും. നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ടുകയാണെങ്കിൽ ഇത് ഇടുന്ന സമയത്ത് തന്നെ എണ്ണ അങ്ങ് കുടിക്കും. പിന്നെ ഇതുപോലെ ആ ഒരു കറക്റ്റ് ഇതിൽ പൊന്തി കറക്റ്റായിട്ട് വരൂല കേട്ടോ നമ്മൾ. കാരണം അത്രയൊന്നും, അല്ലെങ്കിൽ നമ്മൾ ഡോണറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴച്ചൊന്നും എടുത്തിട്ടില്ലല്ലോ, റഫായിട്ടല്ലേ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് നമ്മൾ അടിപൊളി ബ്രെഡ് ഉണ്ടാക്കും. ലാസ്റ്റാണിത്, നാലാമത്തതും ഇവിടെ പൊരിച്ചു കോരി ഞാനിത് ഇതോട് മാറ്റട്ടെ. എന്നിട്ട് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ 4 എണ്ണവും ഇവിടെ റെഡി കേട്ടോ. കണ്ടോ, ഇതാ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരേ. ഇതാ മുറിച്ചു. നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളൊക്കെ കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ. ഇതാ ഇതിന്റെ കൂടെ ജസ്റ്റ് ഒരു കെച്ചപ്പറ്റ മതി, ഒന്നും വേണ്ട, ചട്ടിനി എന്തെങ്കിലും മതി. ഇതന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.